അപ്പോൾ ഇന്ന് രാവിലെ എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, നമ്മൾ പോസ്റ്റ് അടിച്ച് പണ്ടാരടങ്ങുക എന്നുള്ള ഒരവസ്ഥയിലുള്ള ദിവസമാണ്. ഒന്നാമത് ഇന്നൊരു ഞായറാഴ്ചയാണ്. രാവിലെ തന്നെ എണീച്ചു, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഡെയിലി പോകുന്നൊരു കടയുണ്ട്, അവിടെ പോയി ഈ കാണുന്ന പോലത്തെ ദോശ ഉണ്ടാവും. നമ്മൾ മസാല ദോശേൻ്റെ അതേ വലിപ്പമുള്ള ദോശ. ഇവിടെ എന്ന് വെച്ചാൽ കോയമ്പത്തൂർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ചായ കുടിക്കണമെങ്കിൽ നമ്മൾ ബേക്കറി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകണം. അതേസമയം നമ്മൾ രാവിലെ ചായക്ക് കൂട്ടലെന്നൊക്കെ പറയും നാട്ടിൽ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു കടയിൽ പോകണം. അങ്ങനെയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടുന്ന കടയിലൊന്നും ചായ കിട്ടൂല. ഇപ്പോൾ ദോശ, ഇഡ്ഡലി ഒരു കടയിൽ നിന്ന് കഴിച്ചിട്ട് ചായ വേണമെന്നുള്ളവർ വേറെ കടയിൽ പോയിട്ട് ചായ കുടിക്കണം. അങ്ങനത്തെ അവസ്ഥയാണ്. എന്താ പറയുക, വെറുതെ ഇരിക്കുമ്പോൾ വേഴാമ്പലിന് മഴ കിട്ടിയ സുഖം, അല്ലെങ്കിൽ എന്താ പറയുക മരുഭൂമിയിൽ മഴ പെയ്ത സുഖം എന്നൊക്കെ കേട്ടിട്ടില്ല. അതേമാതിരിത്തെ അവസ്ഥയാണ് ഇന്ന്. എന്ന് വെച്ചാൽ ഞാനും ഇന്ന് ഇവിടെ റൂമിൽ വെറുതെ ഇരിക്കുന്നു. അതേമാതിരി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സായന്ത്, അവനും വീട്ടിലിരുന്നു റൂമിൽ വെറുതെ ഇരിക്കുന്നു. അവനിവിടെ അടുത്ത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ അവനും ഞാനും തമ്മിൽ. പക്ഷെ ഓനും റൂമിൽ പോസ്റ്റാണ്, ആരുമില്ല. അപ്പോൾ നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അവൻ വിളിച്ചു. അങ്ങോട്ടേക്ക് പോയി ഇന്ന് ഫുള്ള് കറക്കം തന്നെയായിരുന്നു കറക്കം. അപ്പോൾ കൊണ്ട് ഇന്നത്തെ ബോറടി അങ്ങനെ മാറി കിട്ടി. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ഏകദേശം ഒരു അടിപൊളി വൈബിൽ അങ്ങ് പോയിനി. അപ്പോൾ ഇന്നത്തെ ഇത് ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, ബൈ.